ഇന്നലെ റോ എപ്പിസോഡിൽ WWE പെൻഡയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പലർക്കുമുള്ള ഡൗട്ട് പെൻഡയെ വെച്ച് LW ടീമിലേക്ക് എങ്ങാനും ജോയിൻ ചെയ്യിപ്പിച്ച് എന്തെങ്കിലും സ്റ്റോറി ലൈൻ വരുമോ അല്ലെങ്കിൽ മോശമാക്കി കാണിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെ പലർക്കും വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഡൗട്ട് കമന്റ് സെക്ഷനിലും ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇവർക്കുണ്ടോ എന്നുള്ളതിനെ പറ്റി പറയാം. അതുപോലെ സെലിബ്രിറ്റി ആയിട്ടുള്ള ബാഡ് ബണ്ണി വീണ്ടും WWE വന്ന് മാച്ച് എല്ലാം ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയും നോക്കാം. അതിനോടൊപ്പം വൈറ്റ് 6 ടീമിന് വീണ്ടും ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതും ഈ വീഡിയോയിൽ പറയാം. ഇതിൽ ഫസ്റ്റ് ബാഡ് ബണ്ണിയെ പറ്റി പറയാം. ബാഡ് ബണ്ണി അവസാനമായി വന്ന സമയത്ത് ഡാമിൻ പ്രീസ്റ്റ് ഒക്കെ ആയിട്ടാണ് മാച്ച് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബാഡ് ബണ്ണി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് വീണ്ടും WWE പോയി ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നും അതുപോലെ തന്നെ ഇപ്രാവശ്യം ഫൈറ്റ് എല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക് എടുത്ത് ഫൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇപ്പോഴത്തെ പരിപാടിയെല്ലാം അല്പം ക്യാൻസൽ ചെയ്ത്, അതായത് സിംഗിങ് പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്ത് WWE ഒരു ഫുൾ ടൈം റെസ്ലറായി വർക്ക് ചെയ്യാനും താല്പര്യമുണ്ട് എന്നൊക്കെ ബാഡ് ബണ്ണി പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂവില്. അതുപോലെ ബാക്ക്ലാഷ് 2025 മെക്സിക്കോയിൽ നടത്തും, അത്തരത്തിലൊരു പ്ലാൻ WWEക്ക് ഉണ്ട് എന്നൊക്കെയും ബാഡ് ബണ്ണി അതിൽ പറഞ്ഞിരുന്നു. അതായത് ആ ഒരു ഷോയിൽ താനാണ് ഹോസ്റ്റായി വരാൻ പോകുന്നത് എന്ന ടൈപ്പിൽ. എന്നാൽ അങ്ങനെയൊന്നും ന്യൂസ് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ WWE അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതായത് മെക്സിക്കോയിൽ ബാക്ക്ലാഷ് നടത്താനുള്ള പ്ലാനൊന്നും ഇതുവരെ ഇല്ല എന്ന്. പക്ഷേ ബാഡ് ബണ്ണി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം. ബാഡ് ബണ്ണിക്ക് ഇനി ഫുൾ ടൈം റെസ്ലറായിട്ട് വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം അങ്ങനെ സംഭവിക്കുമോ അതോ എപ്പോഴത്തെയും പോലെ 1-2 മാച്ചൊക്കെ ചെയ്ത് പോകുമോ എന്ന്. എന്തായാലും മാച്ചിന് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് ലോക്കൽ പോൾ ഫുൾ ടൈം റെസ്ലറാകാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ബാഡ് ബണ്ണിയും. ഇനി റോ എപ്പിസോഡിൽ ഇന്നലെ വന്ന പെൻഡയെ പറ്റി പറയാം. എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞത് യാതൊരു കാരണവശാലും LW ടീമിലേക്ക് പെൻഡയെ കൊണ്ടുപോയി ആഡ് ചെയ്യരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോറി കാണാനൊന്നും വയ്യ എന്ന ടൈപ്പിലാണ് ഒരുവിധം കമൻറ്റൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് പെൻഡയെ വെച്ച് LW ടീമിൽ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഇവർക്കുണ്ടോ എന്ന്. അപ്പോൾ പെൻഡ വന്ന സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് മാച്ച് അനൗൺസ് ചെയ്തത് റെയ് മിസ്റ്റീരിയോയുടെ കൂടെ ഒരു ടാഗ് ടീം മാച്ച്, അല്ലെങ്കിൽ റെയ് മിസ്റ്റീരിയോനെ പെൻഡ വന്ന് സേവ് ചെയ്യുന്നത് പോലെയാണ് ഇവർ പ്ലാൻ ചെയ്തത്. പിന്നീട് റോ നെറ്റ്ഫ്ലിക്സിന്റെ ആ ഒരു സ്പെഷ്യൽ ഷോയിൽ ആ മാച്ച് എല്ലാം ഇവർ ഒഴിവാക്കി വിട്ടാണ് ചാറ്റ് കേബിളിന്റെ കൂടെ ഇന്നലെ മാച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് LW ടീമിലോട്ട് പെൻഡയെ ആഡ് ചെയ്യില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിംഗിൾ പുഷ് കൊടുത്തുകൊണ്ട് അവസാനം റെയ് ഫീനിക്സ് വരുമ്പോൾ ടാഗ് ടീം മാച്ചിലേക്കൊക്കെ ആഡ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതല്ലാതെ LW ടീമിലോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി അഥവാ വരാണെങ്കിൽ തന്നെ റെയ് മിസ്റ്റീരിയുമായിട്ടൊരു മാച്ചൊക്കെ കൊടുക്കേണ്ടി വരും. അതല്ലാതെ വെറുതെ ഡ്രാഗൻ ലീ ഉൾപ്പെടെ LWയിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കാതെ മാച്ച് ഇല്ലാതെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ആകെ കൂടി ഡ്രാഗൻ ലീഗ് സ്പീഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് എന്നതൊഴിച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല LW ടീമിൽ. ആ ടീം തന്നെ ഇപ്പോൾ ഒട്ടും സെറ്റല്ല. അതുകൊണ്ട് പെൻഡയെ ആ ടീമിൽ ആഡ് ചെയ്യില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വീക്ക് ന്യൂ ഡേ ടീമിന് ഒരു ടാഗ് ടീം മാച്ച് ഉണ്ട്. ഇനി അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പെൻഡയെ LWയിൽ ആഡ് ചെയ്യാതെ സിംഗിളായിട്ട് കൊണ്ടുപോയി അവസാനം റെയ് ഫീനിക്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് പോലെ കാണിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം വെച്ച് നോക്കുമ്പോൾ WWEക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഉള്ള പ്ലാൻ തന്നെ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കാം ഇനി ഇതുപോലത്തെ പ്ലാൻ കൊണ്ടുവരുമോ എന്ന്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഇന്നലെ പെൻഡയുടെ പെർഫോമൻസ് കണ്ടവർക്കും അല്ലെങ്കിൽ AEWയിൽ നടന്ന മാച്ചൊക്കെ കണ്ടിട്ടുള്ളവർക്കും അറിയാൻ സാധിക്കും പെൻഡ ഏത് ടൈപ്പ് റെസ്ലറാണ് എന്ന്. അതുകൊണ്ട് ഇങ്ങനൊരു ടീമിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി വൈറ്റ് 6 ടീമിനെ പറ്റി പറയാം. വൈറ്റ് 6 ടീം റോയിൽ വന്ന സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു. നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫാൻസിന്റെ ഭാഗത്തു നിന്നും. നല്ല ത്രില്ലിംഗ് ആയിട്ട് ചാറ്റ് കേബിളിന്റെ കൂടെ എല്ലാം മാച്ച് കൊടുത്തതും സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. എപ്പോൾ ഫൈനൽ ടെസ്റ്റ്മെന്റ് ടീമുമായിട്ട് സ്റ്റോറി ചെയ്തു അപ്പോൾ തൊട്ട് വൈറ്റ് 6 ടീമിന്റെ പണിക്കുറ്റം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം അങ്കിൾ ഹൗഡി അഥവാ ബോ ഡാലസ് കേരിയൻ ക്രോസിന്റെ കൂടെ, അതായത് ഫൈനൽ ടെസ്റ്റ്മെന്റ് ടീമിന്റെ കൂടെ തോൽക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ സ്റ്റോറി മുന്നോട്ട് പോകുന്ന സമയത്താണ് WWE ഇപ്പോൾ വൈറ്റ് 6 ടീമിനെ അങ്ങനെ തന്നെ എടുത്ത് സ്മാക്ക് ഡൗൺ ബ്രാൻഡിലോട്ട് മാറ്റിയിട്ടുള്ളത്. അതായത് റോയിൽ ആ ഒരു സ്റ്റോറി ഇപ്പോഴും എൻഡായിട്ടില്ല. ആ ഒരു സ്റ്റോറി ലൈൻ പോകുന്ന സമയത്താണ് ഇവരങ്ങനെ തന്നെ സ്മാക്ക് ഡൗൺ ബ്രാൻഡിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതായത് വൈറ്റ് 6 ടീം ഇപ്പോൾ മൊത്തം വളരെ മോശം അവസ്ഥയിലേക്കാണ് പോകുന്നത്. അക്കൂട്ടത്തിൽ ഇതാ നടന്നുകൊണ്ടിരുന്ന ഫ്യൂഡിൽ നിന്നും മാറ്റി സ്മാക്ക് ഡൗൺ ബ്രാൻഡിലോട്ട് ഇവരിട്ടിട്ടുണ്ട്. ഇനി സ്മാക്ക് ഡൗൺ ബ്രാൻഡിൽ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. അങ്കിൾ ഹൗഡി കെരിയൻ ക്രോസിനെ തിരിച്ച് തോൽപ്പിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇപ്പോഴിതാ സ്മാക്ക് ഡൗണിലേക്ക് മാറ്റിയേക്കാണ്.
ഇനി സ്മാക്ക് ഡൗണിൽ നിന്നുകൊണ്ട് ഇവരുടെ കൂടെ സ്റ്റോറി ചെയ്യുമോ എന്നൊക്കെ കണ്ടറിയാം. അതല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം മൊത്തത്തിൽ ഉപേക്ഷിച്ച് സ്മാക്ക് ഡൗണിൽ പുതിയൊരു സ്റ്റോറി ലൈനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും സെറ്റാക്കി കാണിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വൈറ്റ് 6 ടീമിൻ്റെ പണിക്കുറ്റം ഏകദേശം തീർന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.